ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ഇപ്പോൾ നമ്മൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. LDC 2027. അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൃത്യമായി തൊഴിൽ വീതിയിൽ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ചോദ്യങ്ങൾ, അനുബന്ധ വിവരങ്ങളാണ്. കഴിഞ്ഞ 2024 ഡിസംബറിലാണ് ഈ പങ്ക്തി ആരംഭിച്ചപ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യ മേഖല അല്ലെങ്കിൽ രോഗകാരികൾ ഇപ്പോൾ PSC കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ആ ഒരു മേഖലയിലെ ടോപ്പിക്കുമായിട്ടാണ് ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു ക്ലാസ് നമുക്ക് ശ്രദ്ധയോടെ കാണാം. ഇതിൽ വരുന്ന ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ SCERT പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, അനുബന്ധ വിവരങ്ങൾ. അപ്പോൾ ഏറ്റവും പ്രയോജനപ്രദമായി ഉപയോഗിച്ചെടുക്കുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഭരണഘടനയെക്കുറിച്ച് നമ്മൾ ഇതുപോലെ 4 ക്ലാസ്സുകൾ ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കയറി കണ്ടു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ കൂട്ടത്തിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം, താഴെ തന്നിരിക്കുന്നതിൽ ഡെങ്കിപ്പനി വൈറസ് രോഗമാണ്, ബാക്കിയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. ഓരോന്നും പരത്തുന്നത് മലമ്പനി പ്രോട്ടോസോവ, എലിപ്പനി ബാക്ടീരിയ, കോളറ ബാക്ടീരിയ. രോഗങ്ങൾ, രോഗകാരികളാണ് ടോപ്പിക്. കന്നുകാലികളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമാകുന്ന രോഗാണു. ആന്ത്രാക്സ് ഒരു ബാക്ടീരിയ രോഗമാണ്. ഇതിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് ബാസില്ലസ് ആന്ത്രാസിസ്. ആന്ത്രാക്സ് രോഗം കൂടുതലായിട്ട് ബാധിക്കുന്നത് മൃഗങ്ങളെയാണ്. മൃഗങ്ങൾക്ക് മനുഷ്യരിലേക്ക് ഈ രോഗം പരത്താൻ കഴിയുമെങ്കിലും സാധാരണ രീതിയിൽ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക് ഈ രോഗം പകരുന്നില്ല. അപ്പം മൃഗങ്ങൾക്ക് മനുഷ്യരിലേക്ക് ഇത് പരത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞ വസ്തുത. ചുവന്ന രക്താണുക്കൾക്കുണ്ടാകുന്ന അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. ജനിതക കാരണങ്ങൾ കൊണ്ട് തന്നെ RBC ചുവന്ന രക്താണുക്കൾക്ക് അസാധാരണ രൂപമാറ്റം സംഭവിക്കുന്നു. ആ കോശങ്ങൾ വളഞ്ഞ് അരിവാൾ പോലെയാകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ. ഇതൊരു ജനിതക രോഗമാണ്. മലേറിയയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ജനിതക വ്യതിയാനമാണ് സിക്കിൾ സെൽ അനീമിയ. കേരളത്തിൽ വയനാട്ടിലും അട്ടപ്പാടിയിലുമുള്ള ആദിവാസി വിഭാഗക്കാരിലും ഗോത്രവർഗക്കാരിലും ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നു. അടുത്ത ചോദ്യം, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു. വീങ്ങൽ പ്രതിഭാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്ത് എവിടെയെങ്കിലും മുറിവോ ചതവോ ഉണ്ടാകുമ്പോൾ അവിടെ നീര് വയ്ക്കുന്നില്ലേ, അതാണ് വീങ്ങൽ പ്രതിഭാസം. കാരണമാകുന്ന WBC ആണ് ഈസ്നോഫിൽ. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഈസ്നോഫിലിൻ്റെ ധർമ്മം. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഫാഗോസൈറ്റോസിസ്. മോണോസൈറ്റുകളാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന കോശങ്ങളാണ് ലിംഫോസൈറ്റുകൾ. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, ബാക്ടീരിയയെ വിഴുങ്ങുന്നു. ഇത് രണ്ടും ന്യൂട്രോഫിലിൻ്റെ ധർമ്മങ്ങളാണ്. മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ 5 തരമുണ്ട്. അതിലേറ്റവും വലുത് മോണോസൈറ്റാണ്. പക്ഷേ
ഏറ്റവും ആയുസ് കൂടിയതേത്? ഏറ്റവും ആയുസ് കൂടിയത് ലിംഫോസൈറ്റ്, ഏറ്റവും ആയുസ് കുറഞ്ഞത് ന്യൂട്രോഫിൽ. ഓർത്തിരിക്കുക, ഏറ്റവും വലിയ WBC മോണോസൈറ്റാണ്, ഏറ്റവും ചെറിയത് ലിംഫോസൈറ്റാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആയുസ് ലിംഫോസൈറ്റിനാണ്, ഏറ്റവും കുറവ് ആയുസ് ന്യൂട്രോഫിൽ. ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനെ ഉൽപ്പാദിപ്പിക്കുന്ന രക്താണു ബേസോഫിലാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ IG. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ആകൃതി Y ആകൃതിയാണ്. ആൻറ്റിജനുകൾക്കെതിരെ ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളെ വിളിക്കുന്ന പേരാണ് ആൻറ്റിബോഡികൾ അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ. 5 തരത്തിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്: IgA, IgD, IgE, IgG, IgM. ആൻറ്റിബോഡികൾ രോഗാണുക്കളെ 3 രീതിയിൽ നശിപ്പിക്കുന്നു. ബാക്ടീരിയയുടെ കോശസ്തരം പൊട്ടിച്ച് അവയെ നശിപ്പിക്കും, ആൻറ്റിജനുകളുടെ വിഷാംശം നിർവീര്യമാക്കും, മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ചും രോഗാണുക്കളെ നശിപ്പിക്കും. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലീ രോഗം. സന്ധികളെ ബാധിക്കുന്നതുമാണ്, ജീവിതശൈലീ രോഗവുമാണ് ആർത്രൈറ്റിസ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഒന്നോ അതിലധികമോ സന്ധികളിൽ ഉണ്ടാകുന്ന കോശജ്വലനം അല്ലെങ്കിൽ വീക്കം, അതിനെ വിളിക്കുന്ന പേരാണ് സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ്. സന്ധിവാതം മൂലം സന്ധികളിൽ വേദനയുണ്ടാകും, നീരുണ്ടാകും. ഇതിങ്ങനെ ദീർഘകാലം തുടർന്നാൽ സന്ധികൾ ചലിപ്പിക്കാൻ പറ്റാതെ ഉറച്ചു പോവുകയും ചെയ്യും. ഏറ്റവും സാധാരണമായ സന്ധിവാതം ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. വാർദ്ധക്യമോ സന്ധിയിലെ അണുബാധയോ പരിക്കോ മൂലമുണ്ടാകുന്ന സന്ധിക്ഷയമാണ് ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസ്. റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, സെപ്റ്റിക് ആർത്രൈറ്റിസ്, ഇത് പ്രധാനപ്പെട്ട ഇനം സന്ധിവാതങ്ങളാണ്. അടുത്ത ചോദ്യം, ശരിയായവ ചേർത്തെഴുതുക. ശരിയായവ ചേർത്തെഴുതുക. തന്നിരിക്കുന്നത് ശ്വേതരക്താണുക്കളുടെ പേരും അവയുടെ പ്രവർത്തനവും. ന്യൂട്രോഫിൽ കഴിഞ്ഞതിനകത്ത് നമ്മൾ പഠിച്ചു. ന്യൂട്രോഫിലിൻ്റെ ധർമ്മം ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉണ്ടാക്കുക. അടുത്ത രണ്ടാമത്തെ ആള് ബേസോഫിൽ മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. മൂന്നാമത്തെ ആള് ഈസ്നോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉണ്ടാക്കുന്നു. നാലാമത്തത് മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലാസ്റ്റ് വൺ ലിംഫോസൈറ്റുകൾ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ഇതാണ് ധർമ്മങ്ങൾ. അത് ശരിയായ രീതിയിൽ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രോഫിൽ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുന്നു. ബേസോഫിൽ മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഈസ്നോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്ന രീതിയിൽ ശരിയായത് ഏതെല്ലാം? നമ്മൾ മുമ്പേ പറഞ്ഞു, ബാക്ടീരിയയുടെ കോശസ്തരത്തെ പൊട്ടിച്ച് നശിപ്പിക്കുന്നു, ആൻറ്റിജനുകളുടെ വിഷാംശം നിർവീര്യമാക്കുന്നു, മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ എല്ലാം ശരിയാണ്. ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ
ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവയുടെ പേരാണ് ആൻറ്റിബോഡികൾ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. 3 തരം ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. ബി ലിംഫോസൈറ്റ്, നമ്മൾ മുമ്പേ പറഞ്ഞത്, ബാക്ടീരിയയുടെ കോശസ്തരം പൊട്ടിക്കുന്നു, ആൻറ്റിജനുകളുടെ വിഷാംശം നിർവീര്യമാക്കുന്നു, മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. രണ്ടാമത്തെ ആളാണ് ടി ലിംഫോസൈറ്റ്. അത് മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. ബി ബാക്ടീരിയ എന്നോർക്കുക. ബി ലിംഫോസൈറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ബി ലിംഫോസൈറ്റ് ബാക്ടീരിയയെ ശിഥിലീകരിക്കുന്നു. ടി ലിംഫോസൈറ്റ് ആകുമ്പോൾ വൈറസിനെ ശിഥിലീകരിക്കുന്നു, അതുപോലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരീരഭാഗങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണത്തിൻ്റെ പേരാണ് ശ്ലേഷ്മസ്തരം. ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം, അതിലാണ് രോഗാണുക്കൾ നശിക്കുന്നത്. നശിക്കപ്പെട്ട രോഗാണുക്കളെ ശ്ലേഷ്മസ്തരത്തിലെ സീലിയ വഴി പുറംതള്ളുന്നു. എല്ലാം ശരിയാണ്. ശ്ലേഷ്മം അഥവാ മ്യൂക്കസ് തെന്നുന്ന പശപശപ്പുള്ള ഒരു ദ്രാവകമാണ്. ഇത് സ്രവിക്കുന്നത് ശ്ലേഷ്മഗ്രന്ഥിയിൽ നിന്നാണ്. ശ്ലേഷ്മം അതുൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മസ്തരത്തെ പൊതിഞ്ഞിരിക്കും. ഇത് മിശ്രഗ്രന്ഥികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ശ്ലേഷ്മകോശങ്ങളല്ലാതെ മിശ്രഗ്രന്ഥിയിലുള്ളവയാണ് സെറസ് കോശങ്ങൾ. ഇത് ഒരു കൊഴുത്ത കൊളോയിഡൽ ദ്രാവകമാണ് ശ്ലേഷ്മം. ഇതിൽ അകാർബണിക ലവണങ്ങളും അണിനാശിനികളായ എൻസൈം, ലൈസോസൈം തുടങ്ങിയ എൻസൈം, ഇമ്മ്യൂണോഗ്ലോബുലിനുകളും ലാക്ടോഫറിൻ പോലുള്ള പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആഴത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. LGS ലെവലല്ല, LD ക്ലർക്ക് ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും പ്രസ്താവനകൾക്കും ഉത്തരം പറയാൻ സാധിക്കുന്ന രീതിയിൽ. അപ്പോൾ കുറേശ്ശെ പഠിച്ച് മുന്നോട്ട് പോവുക. ക്ലാസ്സുകൾ 1-2 തവണ കേൾക്കുക. നന്നായി പഠിക്കുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.